നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. കാലം നിശ്ചലമായി നിൽക്കുന്ന ഒരിടത്തേക്ക്. തമിഴ്നാട്ടിലിരുന്ന് കേരളം നോക്കി നടത്തുന്ന പൂർണ്ണമായും തടിയിൽ തീർത്ത ഒരു വാസ്തുവിദ്യാ വിസ്മയത്തിലേക്ക്. അതെ, പത്മനാഭപുരം കൊട്ടാരത്തിന്റെ അതിശയകരമായ കഥകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു കൊട്ടാരം, പക്ഷേ 2 സംസ്ഥാനങ്ങൾ. കേൾക്കുമ്പോൾ ഒരു ആശയക്കുഴപ്പം തോന്നുന്നുണ്ടല്ലേ? തമിഴ്നാടിന്റെ മണ്ണിൽ സ്ഥിതി ചെയ്യുന്നു, പക്ഷേ ഭരണം നടത്തുന്നത് കേരളം. ഇതെങ്ങനെ ശരിയാവും? ഭാഷയുടെയും സംസ്കാരത്തിന്റെയും ഒക്കെ അതിരുകൾ മായ്ക്കുന്ന ആ ചരിത്രത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം. ആദ്യം തന്നെ ഈ കാഴ്ചയൊന്ന് നോക്കൂ. ഇതാണ് പത്മനാഭപുരം കൊട്ടാരം. ഏഷ്യയിലെ ഏറ്റവും വലിയ തടി കൊണ്ടുള്ള കൊട്ടാരം എന്നറിയപ്പെടുന്ന ഒരിടം. ഇതൊരു സാധാരണ കെട്ടിടമല്ല, മരത്തിൽ കൊത്തിയെടുത്ത ഒരു കാലഘട്ടത്തിന്റെ കഥയാണ്. ഇതിലെ ഓരോ തൂണിലും ഓരോ ജനലഴിയിലും ഒരു വലിയ രാജവംശത്തിന്റെ ചരിത്രം ഉറങ്ങിക്കിടപ്പുണ്ട്. അപ്പോ നമുക്ക് ഈ മരവിസ്മയത്തിന്റെ ഓരോ അടരുകളിലേക്കും ഒന്ന് ഇറങ്ങിച്ചെന്നാലോ? തമിഴ്നാട്ടിലുള്ള ഈ കേരളീയ നിധിക്ക് പിന്നിലെ ചരിത്രവും അതിന്റെ സാംസ്കാരിക പ്രാധാന്യവുമൊക്കെ നമുക്ക് കുറച്ചുകൂടി അടുത്തറിയാം. അപ്പോ ആ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ഈ കൊട്ടാരം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ്. പക്ഷെ ഇതിന്റെ എല്ലാ ഭരണവും നോക്കി നടത്തുന്നതും സംരക്ഷിക്കുന്നതും കേരള സർക്കാരാണ്. 1956-ൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചപ്പോൾ ഈ സാംസ്കാരിക നിധി കേരളം തന്നെ സംരക്ഷിക്കണം എന്നൊരു ചരിത്രപരമായ തീരുമാനമെടുത്തു. അതാണ് ഈ കൊട്ടാരത്തെ ഇത്ര സവിശേഷമാക്കുന്നത്. ഏതൊരു മഹാസൗധത്തിനും ഒരു തുടക്കമുണ്ടാകുമല്ലോ. പത്മനാഭപുരത്തിന്റെ കഥ തുടങ്ങുന്നത് കൽക്കുളം എന്ന പേരിൽ നിന്നാണ്. നമുക്ക് ആ ചരിത്രത്തിന്റെ തുടക്കത്തിലേക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. നമുക്ക് നൂറ്റാണ്ടുകൾ പിന്നോട്ടു പോകാം. ഏകദേശം 1550-ൽ ഒരു ചെറിയ തായ് കൊട്ടാരമായിട്ടായിരുന്നു ഇതിന്റെ തുടക്കം. പിന്നീട് 1601-ൽ ഇരവിവർമ്മ കുലശേഖര പെരുമാൾ എന്ന രാജാവ് ഇതിനെ വികസിപ്പിച്ച് കൽക്കുളം കൊട്ടാരം എന്ന പേരിൽ ഔദ്യോഗികമായി നിർമ്മിച്ചു. അതോടുകൂടി വേണാട് എന്ന ശക്തമായ രാജ്യത്തിന്റെ ഹൃദയമായി കൽക്കുളം മാറി. എന്തുകൊണ്ടാണ് കൽക്കുളം തന്നെ തലസ്ഥാനമാക്കിയത്? വെറുതെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയല്ല. ഒരു രാജ്യത്തിന്റെ തലസ്ഥാനത്തിന് വേണ്ടതെല്ലാം അവിടെയുണ്ടായിരുന്നു. നല്ല ഫലഭൂയിഷ്ടമായ മണ്ണ്, ആവശ്യത്തിന് വെള്ളം, പിന്നെ ഒരു വശത്ത് പശ്ചിമഘട്ടത്തിന്റെ ഒരു ഉരുക്കുകോട്ട പോലെയുള്ള സംരക്ഷണം. പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു സുരക്ഷിത താവളമായിരുന്നു അത്. ഓരോ സാമ്രാജ്യത്തിനും അതിന്റെ തലവിധി മാറ്റിയെഴുതുന്ന ഒരാളുണ്ടാകും. കൽക്കുളം കൊട്ടാരത്തിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ച തിരുവിതാംകൂറിന് ഒരു പുതിയ ദിശാബോധം നൽകിയ ആ വീരനായകന്റെ വരവോടെയാണ് ഈ കൊട്ടാരത്തിന്റെ സുവർണ കാലഘട്ടം ആരംഭിക്കുന്നത്. അതെ, നമ്മൾ പറയുന്നത് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ്. അദ്ദേഹം വെറുമൊരു രാജാവായിരുന്നില്ല, നല്ല ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ കൈകളിലാണ് ഈ കൊട്ടാരത്തിന് ഇന്നീ കാണുന്ന രൂപവും ഭാവവും കൈവരുന്നത്. ഇതാണ് മാർത്താണ്ഡവർമ്മ. ചിതറിക്കിടന്നിരുന്ന ചെറിയ നാട്ടുരാജ്യങ്ങളെയെല്ലാം ഒന്നിപ്പിച്ച് ശക്തമായ ഒരു തിരുവിതാംകൂർ സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. ആ സ്വപ്നത്തിന്റെയും ആ ശക്തിയുടെയുമെല്ലാം പ്രതീകമായിട്ടാണ് അദ്ദേഹം ഈ കൊട്ടാരത്തെ പുനർനിർമ്മിച്ചത്. ഏകദേശം 1750-ലാണ് മാർത്താണ്ഡവർമ്മ കൽക്കുളം കൊട്ടാരത്തെ അടിമുടി പുതുക്കിപ്പണിയുന്നത്. അതൊരു വെറും പേരുമാറ്റമായിരുന്നില്ല. അദ്ദേഹം തന്റെ രാജ്യം മുഴുവൻ കുലദൈവമായ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു. എന്നിട്ട് കൊട്ടാരത്തിന് പത്മനാഭപുരം എന്ന് പേരിട്ടു. അന്നുമുതൽ തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടത് ഭഗവാന്റെ ദാസന്മാർ എന്ന അർത്ഥത്തിൽ പത്മനാഭദാസന്മാർ എന്നായിരുന്നു. ഇനി നമുക്ക് കൊട്ടാരത്തിന്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. പത്മനാഭപുരം കൊട്ടാരം എന്ന് പറയുന്നത് കേരളീയ വാസ്തുവിദ്യയുടെ ഒരു പാഠപുസ്തകം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ മരക്കൊട്ടാരം ലോകമെമ്പാടുമുള്ള ആളുകളെ ഇത്രയധികം ആകർഷിക്കുന്നത്? നമുക്കതിന്റെ രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാം. 4 കെട്ട് എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഈ കൊട്ടാരത്തിന്റെ ഹൃദയം. അതായത് നടുക്ക് ആകാശത്തേക്ക് തുറന്നൊരു മുറ്റമുണ്ടാകും. അതിനു ചുറ്റും 4 വശത്തും മുറികൾ. ഇതൊരു ഡിസൈൻ മാത്രമല്ല, നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് കാറ്റും വെളിച്ചവുമൊക്കെ ഇഷ്ടം പോലെ അകത്തേക്ക് കടന്നുവരാൻ സഹായിക്കുന്ന ഒരു എക്സ്പേർട്ട് വാസ്തുവിദ്യ രീതിയാണിത്. ദാ ഈ കാണുന്നതാണ് തായ് കൊട്ടാരം. കൊട്ടാരത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭാഗങ്ങളിലൊന്നാണിത്. 4 കെട്ട് എന്ന ആശയത്തിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണിത്. രാജ്ഞിയുടെ അമ്മയൊക്കെ താമസിച്ചിരുന്ന ഈ സൗധം ആ കാലഘട്ടത്തിലെ ജീവിത രീതി എങ്ങനെയായിരുന്നു എന്നതിന്റെ ഒരു നേർ കാഴ്ച കൂടിയാണ്. കേരളീയ വാസ്തുവിദ്യയുടെ ഒരു പ്രധാന സൗന്ദര്യം അതിന്റെ ലാളിത്യമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ.
തേക്ക്, ഈട്ടി പോലുള്ള മരങ്ങളിൽ തീർത്ത അതിമനോഹരമായ കൊത്തുപണികൾ, നമ്മുടെ മഴയത്ത് വെള്ളം എളുപ്പത്തിൽ ഒലിച്ചു പോകാൻ സഹായിക്കുന്ന ചരിഞ്ഞ മേൽക്കൂറകൾ, പിന്നെ എത്ര ചൂടുകാലത്തും ഉള്ളിൽ തണുപ്പ് തരുന്ന കരിങ്കൽ തറ. പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും അകത്തേക്ക് കടക്കുംതോറും നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു ലോകമാണിത്. പത്മനാഭപുരം കൊട്ടാരത്തിലെ ഒരു പ്രധാന ട്വിസ്റ്റ് ഇതാണ്. ഇവിടെ രണ്ട് മഹത്തായ സംസ്കാരങ്ങൾ ഒന്നിക്കുന്നുണ്ട്. കേരളത്തിന്റെ തനിമയാർന്ന തടിയിലുള്ള വാസ്തുവിദ്യയും തമിഴ്നാടിന്റെ ഗാംഭീര്യമുള്ള കല്ലിലുള്ള ദ്രാവിഡ ശൈലിയും ഇവിടെ കൈകോർക്കുന്നു. ഇത് വെറും കല്ലും മരവും മാത്രമല്ല, രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു പാലം കൂടിയാണ്. ഈ ചിത്രങ്ങളിലേക്ക് ഒന്ന് നോക്കൂ. ഒരു വശത്ത് തടിയിൽ തീർത്ത വളരെ ലളിതമായ കേരളീയ ശൈലിയിലുള്ള തായ് കൊട്ടാരം. ഇനി മറുവശത്തേക്ക് നോക്കിയാലോ? വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത് തൂണുകളുള്ള നവരാത്രി മണ്ഡപം. ഈ വൈവിധ്യങ്ങളുടെ സമന്വയമാണ് പത്മനാഭപുരത്തെ ഒരു യഥാർത്ഥ വാസ്തുവിദ്യാ വിസ്മയമാക്കി മാറ്റുന്നത്. അപ്പോ ഒരു സംശയം വരാം. ഒരു കൊട്ടാരം മുഴുവൻ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തീയും മഴയും ശത്രുക്കളുമെല്ലാം ഒരുപോലെ ഭീഷണിയാകുന്ന ഒരു കാലത്ത് ഇത്രയും വലിയൊരു മരക്കൊട്ടാരത്തെ അവരെങ്ങനെയായിരിക്കും സംരക്ഷിച്ചിട്ടുണ്ടാവുക? അതിനുള്ള ഉത്തരം നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. അതിനുള്ള ഉത്തരമാണ് ഈ കാണുന്ന ഭീമാകാരനായ കരിങ്കൽ കോട്ട. വളരെ മൃദുലമായ ഒന്നിനെ സംരക്ഷിക്കാൻ അതികഠിനമായ മറ്റൊന്ന് ഉപയോഗിക്കുക എന്നതായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ തന്ത്രം. തടിയിൽ തീർത്ത ഈ കലാസൃഷ്ടിക്ക് ചുറ്റും ഏകദേശം 4 കിലോമീറ്ററോളം നീളത്തിലും 6 അടി വീതിയിലും ഒരു കരിങ്കൽ കോട്ട പണിത് അദ്ദേഹം അതിനെ അഭേദ്യമായ സുരക്ഷയൊരുക്കി. ഏതൊരു നല്ല കാലത്തിനും ഒരു അവസാനമുണ്ടാവുമല്ലേ അല്ലേ? പത്മനാഭപുരത്തിന്റെ ആ സുവർണകാലത്തിനു ശേഷം എന്ത് സംഭവിച്ചു? ആളുകളുടെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞുപോയ ആ കൊട്ടാരം എങ്ങനെയാണ് ഇന്ന് വീണ്ടും നമ്മുടെ മുന്നിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നത്? നമുക്ക് ആ കഥ കൂടി കേൾക്കാം. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും തിരുവിതാംകൂറിന്റെ ശ്രദ്ധ തിരുവനന്തപുരത്തേക്ക് മാറി. പുതിയ തലസ്ഥാനം വന്നതോടെ പത്മനാഭപുരത്തിന്റെ പ്രതാപം പതിയെ മങ്ങിത്തുടങ്ങി. രാജവീഥികളിൽ ആളൊഴിഞ്ഞു. കൊട്ടാരം പതിയെ ഓർമ്മകളുടെ നിഴലിലേക്ക് മാറി. പിന്നീട് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് അവഗണനയുടെ ഒരു കാലഘട്ടമാണ്. വേലുത്തമ്പി ദളവയുടെ പോരാട്ടങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാർ കോട്ട പിടിച്ചെടുത്തു. വർഷങ്ങളോളം ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കിടന്ന ഈ നിധിയെ 1934-ൽ തിരുവിതാംകൂർ രാജകുടുംബം തന്നെ ഒരു മ്യൂസിയമാക്കി മാറ്റി. ഒടുവിൽ 1956-ൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചപ്പോൾ കന്യാകുമാരി തമിഴ്നാടിന്റെ ഭാഗമായെങ്കിലും ഈ കൊട്ടാരം കേരളത്തിന്റെ ആത്മാവിന്റെ ഭാഗമാണെന്ന് ഇരു സംസ്ഥാനങ്ങളും ഒരുപോലെ തിരിച്ചറിഞ്ഞു. ഈ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ശരിക്കും പത്മനാഭപുരത്തെ ആ ഇടനാഴികളിലൂടെ നടക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് കാറ്റിന്റെ ശബ്ദമല്ല, മറിച്ച് ചരിത്രത്തിന്റെ മർമ്മരമാണ്. നമ്മൾ വെക്കുന്ന ഓരോ ചുവടും ഒരു പുതിയ കാലഘട്ടത്തിലേക്കുള്ള യാത്രയാണ്. 400 വർഷങ്ങൾക്കിപ്പുറവും പത്മനാഭപുരം കൊട്ടാരം അതിന്റെ കഥ പറയുന്നു. ഒരു നിമിഷം നമുക്കൊന്ന് ആലോചിക്കാം. നമ്മൾ ഇന്ന് പണിയുന്ന ഈ കോൺക്രീറ്റ് സൗധങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് ശേഷം എന്ത് കഥയായിരിക്കും പറയാനുണ്ടാവുക? അവ കാലത്തെ അതിജീവിക്കുമോ? അടുത്ത തവണ കാണുന്നതുവരെ ഈ ചോദ്യം നിങ്ങൾക്കായി വിട്ടത്